ഈ DGP അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതിരിക്കട്ടെ. ഇനി ശ്രീ ബലദേവ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ LDF കൂടി ആലോചിച്ചിട്ടില്ല, ഇത് നയമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇത് തലയൂരാനായി സർക്കാരിന് കഴിയുമെന്ന് കരുതുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും കാര്യപ്രാപ്തിയുള്ള സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ക്രൈം ഡിവിഷന്റെയോ ഒരു പോസ്റ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സേനയിലെ മുതിർന്ന പല ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാലും സംസ്ഥാനത്തെ മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഉള്ള ഈ ആരോപണത്തിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇവർക്ക് ഒരു കുറ്റബോധവുമില്ല, ഇത് തെറ്റുകാരല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ. കാരണം ഇത് ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗം മാത്രമായിട്ടുള്ള അന്വേഷണമായിരിക്കില്ല. ഏജൻസികൾക്കും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി നമുക്കറിയാമല്ലോ, ബാറിന്റെയും അതുപോലെ തന്നെ മദ്യ മാഫിയകളെല്ലാം കേരളത്തിന് പുറത്തുമുള്ളതാണ്. അത്തരം അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ഇവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സേനാപതി രാജുവും അടക്കമുള്ള കോൺഗ്രസ് അത് സംസ്ഥാനത്തെ ഈ അന്വേഷണത്തെ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമോ? അതല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി തന്നെ മറ്റു പല അന്വേഷണങ്ങളും ഏത് ഏജൻസികളും വരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഏജൻസികളെ അന്വേഷണത്തിന് സ്വാധീനിക്കാത്ത ഏതെങ്കിലും അന്വേഷണത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘത്തിനെതിരെയോ അന്വേഷിച്ച് ഒരു സത്യസന്ധത പുറത്തു വരുമെന്ന് കേരളത്തിലെ ആരും വിശ്വസിക്കുന്നില്ല. രണ്ട്, ഇത് അത്തരം അന്വേഷണം മാത്രമല്ല, ഇത് ഒരു വ്യക്തിയുടെ സന്ദേശം മാത്രമല്ല, മറ്റ് ജില്ലകളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, ശബ്ദരേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ മദ്യശാലകൾ കേരളത്തിൽ കൊടുക്കുവാനുള്ള ആരോപണം മാത്രമല്ല, മദ്യശാലകൾ കൂടുതൽ കൊടുക്കാതിരിക്കുവാൻ ഞങ്ങൾ കൂടുതൽ മദ്യശാലകൾ കൊടുക്കും. 800 എന്നുള്ളത് ഞങ്ങൾ 1500 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പെരുമാറ്റച്ചട്ടം മാറിയാൽ ഈ മദ്യനയം എന്തായാലും സർക്കാരിന് പ്രഖ്യാപിച്ചേ മതിയാവൂ.